നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധിക സീറ്റ് വേണമെന്ന RJDയുടെ ആവശ്യം CPM തള്ളി. കഴിഞ്ഞ തവണ മത്സരിച്ച 3 സീറ്റ് നൽകാമെന്ന് CPM. കോവളം സീറ്റിനായി RJD സമ്മർദ്ദം ചെലുത്തിയിരുന്നു. എന്നാൽ സീറ്റ് നൽകാനാവില്ല എന്നാണ് CPMന്റെ നിലപാട്. RJDയുമായുള്ള ഉഭയകക്ഷി ചർച്ച പൂർത്തിയായി. AK സ്റ്റെഫിൻ വിശദവിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. സ്റ്റെഫിൻ, ഈ ഉഭയകക്ഷി ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് പ്രധാനമായിട്ടും RJDയുമായും അതോടൊപ്പം തന്നെ ISJD നേരത്തെ JDS ആയി മത്സരിച്ച പാർട്ടിയുമായിട്ടാണ് ഇന്ന് ഉഭയകക്ഷി ചർച്ച നടന്നത്. ഇതിൽ നേരത്തെ അവർ മത്സരിച്ച സീറ്റുകൾ നൽകാമെന്നൊരു ധാരണയാണ് CPMുമായി ഉണ്ടാക്കിയിരിക്കുന്നത്. RJD കോവളം സീറ്റിനായി പറഞ്ഞിരുന്നു, പക്ഷെ അത് നൽകാൻ കഴിയില്ല എന്നുള്ളൊരു തീരുമാനമാണ് CPM അറിയിച്ചിരിക്കുന്നത്. കാരണം മാത്യു ടി തോമസിന്റെ നേതൃത്വത്തിലുള്ള JDS എന്ന പാർട്ടി പിന്നീട് ISJD എന്ന പാർട്ടിയായി ഇപ്പോൾ മാറുകയും അവർക്കിപ്പോൾ ഏതായാലും കോവളം സീറ്റ് കഴിഞ്ഞ പ്രാവശ്യം അവർ മത്സരിച്ച സീറ്റാണ്. അതുകൊണ്ട് തന്നെ അവിടെ തന്നെ അവർ മത്സരിക്കട്ടെ എന്നൊരു നിലപാട് തന്നെയാണ് CPMനുള്ളത്. ഒപ്പം തന്നെ RJDക്ക് 3 സീറ്റ്, കൽപ്പറ്റ, കൂത്തുപറമ്പ്, വടകര എന്നീ 3 സീറ്റുകളാണ് RJDക്ക് നൽകിയിരിക്കുന്നത്. ചിറ്റൂർ, അങ്കമാലി, തിരുവല്ല, കോവളം എന്നീ സീറ്റുകൾ ISJDക്ക് നൽകിയിട്ടുണ്ട്. ഇനി നിർണായകമായ ഉഭയകക്ഷി ചർച്ചകളാണ് വരും ദിവസങ്ങളിലും ഇന്നുമായി നടക്കാനിരിക്കുന്നത്. CPIയും അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് എമ്മുമായിട്ടുള്ള സീറ്റ് ധാരണകളാണ് ഇന്ന് നാളെയുമായിട്ട് ഉരുത്തിരിയാൻ പോകുന്നത്. കാരണം പല സീറ്റുകളും വെച്ചുമാറുന്നതുമായി ബന്ധപ്പെട്ട് ചില പ്രധാന തീരുമാനങ്ങൾ വരാനുണ്ട്. ഒപ്പം കേരള കോൺഗ്രസ് എം കുറ്റ്യാടി അടക്കമുള്ള സീറ്റുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടോ, കൂടുതൽ സീറ്റുകൾ അവർക്ക് നൽകുമോ, എന്താണ് CPMന്റെ ഇക്കാര്യത്തിലുള്ള തീരുമാനമെന്നും വരുന്ന ദിവസങ്ങളിൽ, വരുന്ന മണിക്കൂറുകളിൽ പക്ഷേ അറിയാം. ശരി, RJD CPM ഉഭയകക്ഷി ചർച്ചയുടെ വിശദവിവരങ്ങൾ നൽകിയത് AK സ്റ്റെഫിനാണ്.